പത്തിരിയിലേക്കൊക്കെ ഏത് വിധത്തിലുള്ള കറി ഉണ്ടാക്കിയാലും ഈ ഒരു കറിയും കൂട്ടി കഴിക്കുന്നതിൻ്റെ ആ ഒരു സംതൃപ്തി കിട്ടില്ല കേട്ടോ. ഇത് പണ്ട് മുതലുള്ള ഒരു കോമ്പിനേഷനാണ് പത്തിരിയും തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും. അപ്പോൾ നല്ല നാടൻ ടേസ്റ്റിലുള്ള ഈ ഒരു തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് മൺചട്ടിയിലാണ് ഇത് വെക്കുന്നത്. ഇതിലേക്ക് ഒരു 4 ചെറിയുള്ളിയും പിന്നെ ഒരു 7 വെളുത്തുള്ളി അലിയും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി മുറിച്ചതും 2 പച്ചമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള കേട്ടോ. ഒരു ചെറിയ സവാളയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. സവാള ഒരുപാട് ആവരുത്. അതിങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഇല്ലി കറിവേപ്പിലയും പാകത്തിനുള്ള ഉപ്പും. ഇനി ഞാനിതിലേക്ക് മസാലയായിട്ട് ഞാനിവിടെ വറുത്തരച്ച ചിക്കൻ മസാല പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും നിറപറയുടെ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതില്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് മല്ലിപ്പൊടി വേണ്ട. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കണം. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ആ ഒരു തക്കാളിയും സവാളയൊക്കെ ഒന്നങ്ങ് ഉടഞ്ഞ് വരുന്ന ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ, തിരുമ്മി കുഴച്ചെടുക്കണം. ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല ഒന്ന് ഇതുപോലെ പിടിച്ച് വന്നതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ചൂട് കട്ടിയുള്ള ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും പിന്നെ ഒരു 2 ചെറിയുള്ളിയും 2 വെളുത്തുള്ളി അലിയും 1 ഇല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ നമുക്ക് എത്രത്തോളമാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തെടുക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. പിന്നെ ഇതുപോലുള്ള ചുവട് കട്ടിയുള്ള ചട്ടി തന്നെ എടുക്കുക കേട്ടോ വറുത്തെടുക്കാൻ. ഇതുപോലുള്ള ഇരുമ്പിൻ്റെ ചട്ടിയോ ഒക്കെ എടുക്കുക, എന്നാൽ കരിഞ്ഞൊന്നും പോവില്ല, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക. വറുത്തെടുത്ത് ഇതുപോലെ ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ, കരിഞ്ഞൊന്നും പോകാതെ ഈ ഒരു കളറായിട്ട് വരണം, എന്നാലേ ഉള്ളൂ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ കറിക്ക്. ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം, കാരണം ഇതിൽ തന്നെ ഇരുന്നാൽ ഇത് കരിഞ്ഞു പോവും. കാരണം ഇരുമ്പ് ചട്ടിയാണ്, അപ്പോൾ നല്ല ചൂടുണ്ടാവും, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു ചൂടോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തരികളൊന്നും ഇല്ലാതെ തന്നെ നല്ല ഫൈനായിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചിക്കന് ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ അങ്ങ് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഞാൻ വേറൊരു പാനും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 4 ചെറിയുള്ളി ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്നൊരു ഹാഫ് മൂപ്പായിട്ട് വരുമ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉള്ളിയും ഇലകളൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഈ ഒരു ചൂടായ എണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് പൊടി നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ആ ഒരു ചൂടുള്ള എണ്ണയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി. ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഇത് പത്തിരിയുടെ കൂടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.